തമിഴ്നാട്ടിൽ സ്റ്റാലിന് തൻ്റെ തട്ടകമായ കൊളത്തൂരിൽ ഇങ്ങനൊരു തോൽവി വരാനുള്ള കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാലിൻ്റെ കയ്യിൽ തന്നെയാണ് വിഷയങ്ങൾ. കാരണം നമുക്കറിയാം വിജയ് എന്ന് പറയുന്ന നായകൻ്റെ കടന്നുവരവിൻ്റെ സമയത്ത് പലപ്പോഴും വിജയെ ഒരു എതിരാളിയായിട്ട് സ്റ്റാലിൻ പരിഗണിച്ചിട്ടേയില്ല. പിന്നെ സ്റ്റാലിൻ വിജയ് ഒരു സാധാരണ സിനിമാ താരങ്ങൾ വന്ന് ചെയ്യുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള സ്റ്റാലിൻ്റെ അബദ്ധധാരണ. അത് ഏറെക്കുറെ എല്ലാവരും അങ്ങനെ ആയിരിക്കും. അതെ, എല്ലാവരും ഈ പറയുന്ന നമ്മളടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന വിജയകാന്തിനും അതുപോലെ തന്നെ കമലഹാസനും ശരത് കുമാറിനും അവർ 3 പേരാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിലേക്ക് വന്നവരും അത് ഇച്ചിരിയെങ്കിലും ശോഭിച്ചിട്ടുള്ളതും ഈ 3 പേരാണ്. MGR അല്ല ഞാൻ പറയുന്നത്. MGR ആണ് ആദ്യമായി സിനിമയിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വരുന്ന തലമുറകളുടെ നായകൻ. അദ്ദേഹം ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനമാണ് പിന്നീട് ഇന്ന് വളർന്ന് പല വേരുകളായി പടർന്ന് തമിഴ്നാട്ടിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം വിജയ്, ഞാൻ പറഞ്ഞല്ലോ, വിജയ് ഒരു ചിന്നപ്പയ്യൻ നിനപ്പ്, അങ്ങനെ പറയേണ്ട ഒരു ചിന്നപ്പയ്യൻ നിനപ്പ്. പക്ഷേ ഈ ഒരു വിജയം നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഒരു മാസ് മസാല തമിഴ് സിനിമയുടെ ഫ്ലേവറാണ്. നാട് നന്നാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന നായകൻ, അയാൾ തമിഴ്നാട് ഭരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവുമായി ഒരു പ്രശ്നത്തിലേർപ്പെടുന്നു, അല്ലെങ്കിൽ അയാളുമായി വെല്ലുവിളി നടത്തുന്നു, അയാളെ തോൽപ്പിക്കുവാനായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. പിന്നീട് ഈ പറയുന്ന നായകനെ തകർക്കുവാനായിട്ടുള്ള ഈ എതിരാളികളുടെ ശ്രമങ്ങൾ, അതിൻ്റെ പേരിൽ നായകനെ താറടിച്ച് കാണിക്കാനായിട്ട് പെണ്ണുകേസ് ഉണ്ടാക്കുന്നു, ഒരു ദുരന്തം ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് ലാസ്റ്റ് വോട്ട് ചെയ്ത് വരുമ്പോഴേക്കും കത്തി സിനിമയിൽ ആ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നും തല പുറത്തേക്കിട്ട് മാസ് BGMോടെ ഇറങ്ങി വരുന്ന വിജയെ പോലെ ഇന്നലെ നമ്മൾ കണ്ടു. തന്റെ ഇത് സിനിമയിലാണ് വന്നിരുന്നെങ്കിൽ ലോജിക്കില്ലെന്ന് പറഞ്ഞു. അതെ, പക്ഷെ ഇത് ലോജിക് ഉണ്ടെന്ന് തെളിയിച്ചില്ല. അതായത് ജീവിതം കൊണ്ട് തെളിയിച്ചില്ല. കാരണം ആ ഒരു കത്തിയിലെ ആ ഒരു സീനാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ. കാരണം കത്തി സിനിമയിൽ പുള്ളി ആ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന പോലെ തന്നെ ഇന്നലെ പുള്ളിയുടെ അർബാനിയയുടെ റൂഫ് തുറന്ന് പുള്ളിയുടെ തല ഇങ്ങനെ കൈ ഉയർത്തി വരുന്ന ആ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് തിയേറ്ററിൽ കത്തി എന്ന് പറഞ്ഞ സിനിമയിൽ ആ രംഗം കണ്ട് വിസിലടിച്ചതും കൈയടിച്ചതുമായ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് മിക്കറുള്ള എല്ലാ സാധാരണക്കാർക്കും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് പല സിനിമകളിലെ ക്ലിപ്പുകളും വെച്ച് നേരത്തെ കൂട്ടി തന്നെ അദ്ദേഹം 2026 ഈ CM ആവുന്നുള്ള രീതിയിലുള്ള ഇത് കൊടുത്തിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അത്രയും കോൺഫിഡന്റ് ആയിട്ട് പുള്ളി ഇപ്പോൾ പുള്ളിയുടെ സ്പീച്ചിലാണെങ്കിൽ കൂടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത്. ഒരിക്കലും നമ്മുടെ ഈ ഈ ഗോട്ട് സിനിമയിലെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നമ്പർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി TN17 CM26 എന്നാണ്. അതായത് TN 17 തമിഴ്നാട് 17 CM ചീഫ് മിനിസ്റ്റർ 2026. അതൊരു എന്താ പറയുന്നത്, ഒരു എന്താ പറയുക, ഒരു വാക്ക് പറയുന്നതിനിടയിലേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയാം. അതായത് മുൻകൂട്ടി പല കാരണങ്ങളിലും അത് വിജയ് സിനിമകളിൽ പിന്നീടുള്ള രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ജനങ്ങളിലേക്ക് അത് കൊണ്ടെത്തിച്ചൊരു വിധം, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്തത്, അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, സ്റ്റാലിൻ്റെ വിശ്വസ്തനായിട്ട് നിന്ന VS ബാബുവിന് സ്റ്റാലിന്റെ തോൽവിയിൽ ഒരു പങ്കില്ലേ? ഉണ്ട്. അദ്ദേഹം വിജയുടെ കൂട്ടത്തിലേക്ക് പോകുന്നല്ലോ. അതെ, അദ്ദേഹത്തെ തന്നെ എതിരെ നിർത്തുകയും ചെയ്തു. DMK-യിൽ അതായത് 2021 1,00,000 ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് സ്റ്റാലിൻ. അപ്പൊ അങ്ങനെ ഒരാളെ സ്വന്തം തട്ടകത്തിൽ കൊളത്തൂരിൽ വെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാളെ DMK-യുടെ ഇപ്പോൾ പടത്തലവൻ എന്ന് പറയാവുന്ന VS ബാബു തോൽപ്പിച്ചത് ചെറിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ DMK-യിൽ വലിയൊരു റോൾ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിജ്ഞാനം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അറിവുകളെല്ലാം മൊത്തമായും അവിടെ യൂസ് ചെയ്ത് ആ മണ്ഡലത്തിലേക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഇവിടുത്തെ പരാജയത്തിന്റെ കാരണം അതൊന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് നമുക്കറിയാം വികസനത്തിന്റെ ഒരു പളപളപ്പിലാണ് തമിഴ്നാടിന്റെ നിൽപ്പ്. അതെ, VS ബാബു പണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജലസേചന പദ്ധതി ഉൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായ ഒരാളായിരുന്നു VS ബാബു എന്ന് പറയുന്നത്. ഇപ്പം 2011 മറ്റോ ആണെന്ന് തോന്നുന്നു, ഇലക്ഷനിൽ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിലാണ് സ്റ്റാലിനുമായിട്ട് ചെറിയൊരു വാക്തർക്കം ഉണ്ടാകുന്നതും അവിടെ വിട്ട് പിന്നെ AIDMK അവിടേക്ക് വരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ TVK-യിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിജ്ഞാനം തീർച്ചയായിട്ടും TVK-ക്ക് ഒരു മുതൽക്കൂട്ടായി കാണില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇതിനേക്കാൾ ഉപരി തമിഴ്നാട്ടിലെ ജനങ്ങൾ, ഞാൻ മുൻപ് പറഞ്ഞ ഈ വികസനത്തിൻ്റെ പളവളപ്പിൽ നിൽക്കുമ്പോഴും തമിഴ്നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ജാതീയമായ അടിച്ചമർത്തലുകൾ. ഇപ്പോഴും ജാതി വ്യവസ്ഥ നിന്നു പോകുന്ന ഒരു നാടാണ് ഈ തമിഴ്നാട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഒരുപാട് ജാതീയമായിട്ടുള്ള വേർതിരിവുകളുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ തൊടലും തീണ്ടലിൻ്റെയും
വേറൊരു വേർഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന തമിഴ്നാട് എന്ന് പറയുന്നത്. അവിടെ സ്റ്റാലിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ വൻ പരാജയമായിരുന്നു. എങ്കിലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവാൻ മറ്റെന്തൊക്കെയോ അതാണ് ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഈ വിജയ് തമിഴ് സിനിമയിൽ നിന്ന് ഈ പറയുന്ന പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം താഴെ തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ആദ്യം തന്നെ ഇറങ്ങി. പറയുന്ന ജാതീയമായ വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ വിജയ് എന്ന് പറയുന്ന താരം ശബ്ദമുയർത്തിയിട്ടുള്ളത് BJP-ക്കെതിരെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. BJP-ക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. പിന്നെ AIADMKയ്ക്കും DMKയ്ക്കും നേരെ ഈ സ്റ്റാൻലിയും ഉദയനിധിയെയും കടന്നാക്രമിക്കുന്ന ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് വിജയ് പതിയെ മാറി. നമുക്കറിയാം 2 വർഷമായതേ ഉള്ളൂ വിജയ് TV-ക്ക് പ്രഖ്യാപിച്ചിട്ട് തന്നെ. 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു, 1 വർഷം മുമ്പ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, പ്രധാനപ്പെട്ട 2 കളങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്നു. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു കോമാളി എന്നുള്ളൊരു ഇമേജിലേക്കാണ് ഈ പറയുന്ന മലയാളികളും തമിഴ്നാട്ടുകാരടക്കം കണ്ടിട്ടുള്ളത്. കമലഹാസൻ പോലും പറഞ്ഞു, ഈ വരുന്നത് വിജയെ കാണാൻ വരുന്ന ക്രൗഡാണ്, ഫാൻസുകാർ വോട്ടായി മാറില്ല. പക്ഷേ അവിടെയാണ് വിജയ് എന്ന് പറയുന്ന നായകൻ്റെ ഞാൻ മുൻപ് പറഞ്ഞ ഇമ്പാക്റ്റ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, പുതിയ ജനത, യുവജനത ഇലക്ഷനോട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് നമ്മുടെ ഇവിടുത്തെ പോലല്ല. അവിടെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന തമിഴ്നാട്ടുകാരങ്ങനെ പിള്ളേർ സെറ്റ് അങ്ങനെ വോട്ടിലേക്ക് പോലെ യുവജനത. പക്ഷേ വിജയ് വരുമ്പോൾ അവർ സ്ക്രീനിൽ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആ ഒരു നായകൻ, അല്ലെങ്കിൽ പ്രതികരണത്തിൻ്റെ ശബ്ദമായിട്ടുള്ള നായകൻ, ഗൂഗിളിൽ കയറി ദ മാൻ ഓഫ് മാസ് എന്ന് അടിച്ചു കൊടുത്താൽ വരുന്ന പേര് വിജയ് എന്നാണ്. നമുക്കറിയാം, ദ മാൻ ഓഫ് മാസ് വിജയാണ് ദ മാൻ ഓഫ് മാസ്. പക്ഷേ എന്ന് വെച്ചാൽ വേറെ നടന്മാരൊന്നുമില്ലേ? വേറെ നടന്മാരുള്ള ടോം ക്രൂസ് അടക്കമുള്ള താരങ്ങൾ ഇവിടെ ലോക സിനിമയിൽ നിന്ന് ഇങ്ങ് വരുമ്പോൾ ഇവിടെ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? ഈ പറയുന്ന ദളപതി വിജയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് ആരെങ്കിലും ഗൂഗിളിൽ അടിച്ചിട്ടതാണോ എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് വരുമ്പോഴത്തേക്കും ഇപ്പം സിനിമയുടെ ഒരു അറിവ് കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നേ ഉള്ളൂ. കാരണം അദ്ദേഹം അങ്ങനെ വരുമ്പോഴേക്കും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് റിയൽ ലൈഫിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ള തമിഴ് ജനതയുടെ ഒരു തോന്നലാണ്. നമുക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് ഇവിടെ BJP 3 സീറ്റ് മേടിച്ചു. കേരളത്തിൽ 3 സീറ്റ് എന്തുകൊണ്ട് BJP നേടി? ഇടതിനെയും വലതിനെയും സഹിച്ചു മടുത്തു. ഇനിയൊന്ന് BJPക്ക് കൊടുക്കാം നോക്കാം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഈ പറയുന്ന 3 സീറ്റ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ആ 3 നാളെ 30 ആകും, ആ 30 നാളെ 50 ആകും, ആ 50 നാളെ 80 ആകും, 100 ആകും, 110 ആകും. കാരണം എപ്പോഴും പരീക്ഷിക്കുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇഡലി കഴിക്കാൻ തോന്നില്ലേ? ഇല്ലേ? അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് പുട്ടായിരിക്കും നല്ലതെന്ന്. ഈ പുട്ടും കടലയായിരുന്നു നല്ലത്, ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ നല്ലത് പുട്ടും കടലയായിരുന്നു നമുക്ക് തോന്നുന്നത്. അതിനുവേണ്ടി 5 വർഷം കൊടുത്തു എന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ടത് MGRന് ശേഷം വിജയ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് യുവജനതയുടെ താരം ഒരിക്കലും രജനീകാന്ത് അല്ല. തമിഴ് യുവത്വത്തിൻ്റെ താരം എപ്പോഴും വിജയാണ്. യുവത്വത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം നമ്മൾ റീലുകളിൽ കൂടെയും നമ്മൾ യൂട്യൂബിലൂടെയും കണ്ടതാണ്. കാനഡയിൽ നിന്ന് പോലും ഇലക്ഷൻ ദിവസം തമിഴ്നാട്ടിലേക്ക് പറന്നിറങ്ങുന്ന ആളുകളെ അവർ പറയുന്നുണ്ട്, അണ്ണാ ഉங்களுக்காக വരെ, நீங்கள் ജയിച്ച് പാക്കണോ, അതുക്കാக ഞാൻ അങ്ങിരുന്ന് വരെ. കാനഡ, അമേരിക്ക, ദുബായ്, പല സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് യുവജനത ഇറങ്ങുകയാണ്. വിജയുടെ കരൂരിലെ ആ ഒരു ഇതിലും ഈ ലാസ്റ്റ് വന്ന കന്യാകുമാരിയിലെ റോഡ് ഷോയിൽ നമ്മൾ കണ്ടതാണ്. റോഡിൽ കൂടുതലുമുള്ളത് യുവജനതയാണ് വിജയെ കാണുവാനായിട്ട് വന്ന് നിൽക്കുന്നത്. യുവത്വത്തിൻ്റെ മേലേക്ക് വിജയം ഉണ്ടായി കൊടുത്തുള്ള ഇമ്പാക്റ്റ്, ആ യുവത്വമാണ് വിജയെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. പിന്നെ വിജയുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബാബുവിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാലിനെതിരെ ബാബുവിനെ കൊണ്ട് നിർത്തുമ്പോൾ സ്റ്റാലിനുണ്ടാകുന്നൊരു പതർച്ചയുണ്ടാകും. ഒരു കാലത്ത് എൻ്റെ കൂടുതൽ നടന്ന എൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എല്ലാം അറിയാവുന്ന രഞ്ജിത്തിനെ ഞാൻ മത്സരിക്കുന്ന കളത്തിൽ എനിക്കെതിരായി കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് രഞ്ജിത്തിന് കൃത്യമായിട്ട് അറിയാം. കാരണം രഞ്ജിത്ത് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കും മുന്നേ രഞ്ജിത്ത് ആ വഴികൾ മുഴുവൻ അടയ്ക്കുകയാണെങ്കിലും, അതായത് ഞാനിവിടെ പോയി വോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ഞാൻ പറയേണ്ട ചോദ്യങ്ങളെ അല്ലെങ്കിൽ ഞാൻ പറയേണ്ട ഉത്തരങ്ങളെ രഞ്ജിത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആര് ജയിക്കും? സ്വാഭാവികമായി രഞ്ജിത്തെ ജയിക്കുകയുള്ളൂ. പിന്നെ വിജയ് എപ്പോൾ തൊട്ടാണ് ഈ പൊളിറ്റിക്സ് സംസാരിച്ച് തുടങ്ങിയെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. മെർസൽ മുതൽ അദ്ദേഹം പൊളിറ്റിക്സ് സംസാരിച്ച് തുടങ്ങി. അതിന് മുമ്പ് തലൈവ തൊട്ട്
തലൈവയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. അത് ജയലളിതയെ ചൊടിപ്പിക്കുകയും ആ സിനിമ പോലും തമിഴ്നാട്ടിൽ ബാൻ ചെയ്ത് കളഞ്ഞു. കേരളത്തിൽ വന്നിട്ടാണ് ഈ പടം കാണുന്നത്. തമിഴ്നാട്ടിൽ പടം റിലീസില്ല. ഒരു ഓഗസ്റ്റ് 15 പടത്തിൻ്റെ റിലീസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനൊരു ഡൈഹാർഡ് വിജയ് ഫാനാണ്. ആദ്യമായി കോട്ടയം ജില്ലയിൽ കട്ടൗട്ട് കൊണ്ടിരുന്നത് ആ പടത്തിനാണ്. അതിന് മുൻപ് തുപ്പാക്കിക്ക് കട്ടൗട്ട് കൊണ്ടുവന്നിരുന്നു, ഒരു ചെറിയ കട്ടൗട്ട് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഒരു കട്ടൗട്ട് കൊണ്ടിരുന്നത് ഈ പറയുന്ന തലൈവ എന്ന് പറയുന്ന പടത്തിനാണ്. വിജയുടെ അതേ വലിപ്പത്തിൽ ഒരു കട്ടൗട്ട് ആദ്യമായിട്ട് കോട്ടയം ജില്ലയിൽ വെക്കുന്നത്. മറ്റുള്ള താരങ്ങളൊന്നും കട്ടൗട്ട് ചെയ്യാത്ത സമയത്ത് വിജയ് ഫാൻസ് അത് ചെയ്യുകയാണ്. പക്ഷെ അന്ന് മലയാളികളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന തമിഴന്മാരാണ്. അതെന്തുകൊണ്ട്? തമിഴ്നാട്ടിൽ പടമില്ല. ജയലളിതയെ വെറുപ്പിച്ചു. ജയലളിത പടം ബ്ലോക്ക് ചെയ്തു. ഇപ്പം തന്നെ നമ്മൾ കണ്ടു ജനനായകൻ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ. ഈ ഇലക്ഷന് മുമ്പ് ഈ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ പറയുന്നത് AIDMKയും DMKയും കടന്നാക്രമിക്കുന്ന പല ഡയലോഗുകളും പല വിഷ്വലുകളുമുണ്ട്. അതിൻ്റെ ടീസറിൽ തന്നെ നമ്മൾ കണ്ടൊരു ഡയലോഗുണ്ട്. തമിഴ് മക്കൾക്ക് നല്ലത് സെയിൽ അന്ന് പൊളിറ്റിക്സിക്ക് വന്ന കൊലപ്പെണ്ണ മുയിച്ച് പണ്ടിയാ. കരൂർ സംഭവത്തെ അദ്ദേഹം പറയാതെ പറയുകയാണ്. കരൂരിൽ ആംബുലൻസ് വന്നു പോയതിനെക്കുറിച്ച് വിജയ് പറഞ്ഞിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ പ്രകോപനമുണ്ടാക്കി ഉന്തും തള്ളുണ്ടാക്കിയെന്ന് വിജയ് പറയുന്നു. വിജയ് അവിടെ നിന്ന് പോയി എന്നതിനെ കാരണമാക്കി കാണിച്ചുകൊണ്ട് DMKയും AIDMKയും വാർത്തകൾ ഇറക്കിയപ്പോൾ ഒരു കാര്യം കൂടി വിജയ് പറഞ്ഞു, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ദുരന്തം കൂടുകയാണ്. വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദുരന്തം കൂടുകയാണ്. എല്ലാത്തിനെയും അദ്ദേഹം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റി. ഒരു പ്രമുഖ നടിയുമായി അദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ടെന്നുള്ള രീതിയിലുള്ള കഥകൾ വരുന്നു. ഇലക്ഷൻ 1 മാസം മുൻപേ ഭാര്യ അദ്ദേഹത്തിന് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നു. മകൻ അദ്ദേഹത്തെ അൺഫോളോ ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന സംഗീതയും വിജയമുള്ള ഒരു വീട്ടിലാണ്. 2 നിലയിലാണ് അവർ താമസിക്കുന്നത്. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും. അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ 2 നിലകളിലായി താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സ് കൊടുത്തുകൂടാ? ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ഈ സംഗീതം ചോദിക്കുന്നത് 200 കോടി 300 കോടിയാണ്. വെറുതെ കിട്ടുമോ? അത് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്തത്? ആരോപണങ്ങളെ അദ്ദേഹം അംഗീകരിക്കുന്നതിനേക്കാൾ ഉപരി ആരോപണങ്ങളെ അദ്ദേഹം നേരിടാൻ ഉറച്ചു. ഈ പറഞ്ഞ നായിക അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളിലും ഒളിച്ചു വെക്കാൻ എന്തെങ്കിലും ഉള്ളവനെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്. ഇത് അദ്ദേഹം തുറന്നു കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ TVKയുടെ ഷോൾ പൊതിച്ചുകൊണ്ട് വരുന്ന ഈ പറയുന്ന നായികയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ജയിച്ചു എന്നറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരുന്ന നായികയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒന്നിനെയും മറച്ചു വയ്ക്കുന്നില്ല. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ജാതീയത, നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തത്, ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാത്ത വികസനങ്ങൾ. നഗരങ്ങൾ മാത്രമേ വികസിക്കുന്നുള്ളൂ, ഗ്രാമങ്ങൾ വികസിക്കുന്നില്ല. ഇപ്പോഴും ഉൾഗ്രാമങ്ങൾ വികസിക്കപ്പെടാതെ കിടക്കുകയാണ്. പക്ഷെ അവിടേക്കെല്ലാം തന്നെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശബ്ദം കടന്നു ചെല്ലുകയാണ്. 5 വർഷം വിജയ്ക്ക് കൊടുക്കാമെന്ന് അവർ ചിന്തിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ 108 സീറ്റുകളിലാണ് ജയിച്ചിട്ടുള്ളത്. ഈ പറയുന്ന സർക്കാർ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ 118 സീറ്റ് വേണമെന്നുള്ള സാഹചര്യമാണുള്ളത്. 10 MLA അദ്ദേഹം കണ്ടെത്തേണ്ടതുണ്ട്. തൻ്റെ കൂടുതലുള്ള ജയിച്ച MLA കൂടുവിട്ട് പോകാതെ നോക്കേണ്ടതുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ MLA എല്ലാവരെയും കൂടി ഒരു റിസോർട്ടിലേക്ക് കൊടുക്കണം. റിസോർട്ട് പൊളിറ്റിക്സ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. തമിഴ്നാട്ടിൽ മുൻപും റിസോർട്ട് പൊളിറ്റിക്സ് നടന്നിട്ടുള്ളതാണ്. എന്താണെങ്കിലും വിജയിലൂടെ മാറ്റങ്ങൾ വരട്ടെ. അതെ, തീർച്ചയായിട്ടും.